ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഐഫോൺസിനും അതുപോലെ തന്നെ ആപ്പിൾ വാച്ചിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പവർ ബാങ്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രൊമേറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 35 വാട്ടിന്റെ ഒരു മിനി ട്രാൻസ്പാരന്റ് 10,000 mAh പവർ ബാങ്കാണ്. ഇത് ആക്ച്വലി MFI സർട്ടിഫൈഡ് സംഭവമൊക്കെയാണ് കേട്ടോ. അത് ഭയങ്കര മിനി സാധനമാണ്. നമുക്ക് ആപ്പിൾ വാച്ചിനൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒരു ആപ്പിൾ വാച്ചിന് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. ഞാൻ കാണിച്ചത് അതിന് ഇത് നമുക്ക് 35 വാട്ടിന്റെ പവർ ഡെലിവറി സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആപ്പിൾ വാച്ചിനും അതുപോലെ തന്നെ ഐഫോൺസിനും അതുപോലെ തന്നെ നമുക്കിതിൽ ലൈറ്റ്നിങ് കേബിളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ 15 സീരീസിന്റെ പഴയതാണ് ഐഫോൺസ് ആണെങ്കിലും അതും നമുക്ക് ഇൻബിൽഡ് നമുക്കിതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ കേബിൾസ് ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് കേബിൾ കളഞ്ഞു അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഇതാണ് കണ്ടു ബ്രാൻഡ് 2 ഇയർ കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിലായിരുന്നു ഞാൻ ഇതാച്ചാൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിന് ഓൾമോസ്റ്റ് 2,999 നമുക്ക് ആക്ച്വലി ഇപ്പോൾ ആമസോണിൽ സെയിൽസ് വരുന്ന കാരണം 2,999 നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കിടിലൻ സാധനം തന്നെ പറയാം. ഞാൻ കാണിച്ചത് ഇതാണ് സാധനം. ഇത്ര ഉള്ളതുകൊണ്ടോ ഇതുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട് കണ്ടു. നമുക്ക് എത്ര ചാർജ് ബാക്കിയുണ്ട്, നമുക്ക് ചാർജ് കുത്തുമ്പോൾ എത്ര ചാർജ് എടുക്കുന്നുണ്ട്, റീചാർജ് ചെയ്യുമ്പോൾ റീചാർജ് ആവുന്നുണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതുമ്പോൾ കാണിക്കില്ല. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വരുന്ന സാധനമാണ്. ഇത്ര ഉള്ള സാധനം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒടുക്കത്തെ ബിൽഡ് ക്വാളിറ്റിയാണ്. നമുക്ക് ടൈപ്പ് സി പോർട്ടും വരുന്നുണ്ട്, ലൈറ്റിംഗ് കേബിൾ പോർട്ടും വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ആപ്പിൾ വാച്ച് അൾട്രാ 2 ഒക്കെ ഈ സാധനം ചിലപ്പോൾ ചാർജ് ചെയ്യണം. നമുക്ക് ആപ്പിൾ വാച്ചിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിനുണ്ട് കേട്ടോ. 3 വാട്ട് വരെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ സാധനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാച്ച്, ആപ്പിൾ വാച്ച്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ എടുത്തു. ഇത് ആപ്പിൾ വാച്ച് വയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഓട്ടോ ഓൺ ഇല്ല. അപ്പോൾ ഇത് മാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചു ഉണ്ട് മാഗ്നറ്റിക് ആണ്. ഓട്ടി പിടിച്ചുകൊണ്ടോ. അപ്പോൾ ഇനി ഇത് ചാർജ് കയറണമെങ്കിൽ നമ്മൾ ഈ ബട്ടൺ അമർത്തണം. അമർത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓണാവും. അപ്പോൾ നമ്മുടെ വാച്ച് ഓണാവും. ഉണ്ടോ വാച്ച് ചാർജ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഡിസ്പ്ലേ ഓൺ ഡിസ്പ്ലേ സംഭവത്തിലുണ്ടല്ലോ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആപ്പിൾ വാച്ചിൻ്റെ സംഭവം. ഇതിൽ ആപ്പിൾ വാച്ച് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെൻ്റെ നോർമൽ ആപ്പിൾ വാച്ചാണ്. അപ്പോൾ ഇതും നമുക്കിത് ഇവിടെ വെച്ചാൽ ഉണ്ടോ മാഗ്നറ്റിക് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടോ. അപ്പോൾ അതിൽ തീരെ ചാർജ് ഇല്ല. അപ്പോൾ റെഡ് കത്തുന്നുണ്ട്, ചാർജായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സാംസങ് വാച്ച് സംഭവം ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. ഇത് മാഗ്നറ്റിക്കിൽ ഒട്ടി പിടിക്കുക പോലും ഇല്ല സാംസങ് വാച്ച്. അപ്പോൾ ഇത് സാംസങ് വാച്ച് ആണെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു പവർ ബാങ്ക് ഉണ്ട്. ഇപ്പോൾ ഞാനത് മുമ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കാണിച്ചാൽ സാംസങ്ങിൻ്റെ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ് സംഭവമൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് കണ്ടു. ഇതിൽ ഈ സാധനം സപ്പോർട്ട് ചെയ്യും. പക്ഷേ മാഗ്നറ്റിക് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലും ആപ്പിൾ വാച്ച് ആകുമ്പോൾ നമുക്ക് ഈ ബട്ടൺ അമർത്തി കൊടുക്കണം. ഇതും ലൈറ്റ് വെയിറ്റ് തന്നെയാണ് കേട്ടോ. 10,000 mAh സാധനം തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഫോൺ കുത്തി കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുള്ള സാധനം. അപ്പോൾ നമുക്ക് പോർട്ടബിൾ യൂസിനൊക്കെ ഭയങ്കര സൂപ്പറാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ടൈപ്പ് സി പോർട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ 15 സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ള എയർപോഡ് ആക്ച്വലി നമ്മുടെ പഴയ മോഡലാണ്, ലൈറ്റ്നിങ് കേബിൾ. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ കുത്തി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ. നമ്മുടെ ഫോണിൽ കുത്തി കണ്ടോ ചാർജ് ആയി തുടങ്ങി. നിങ്ങൾക്ക് മുകളിൽ കാണുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടി കൊടുക്കുക. ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. അപ്പം നിങ്ങൾക്ക് ചാർജ് ആവണത് കാണുന്നുണ്ടായിരിക്കും ഉണ്ടോ. അപ്പോൾ ചാർജ് ആകുമ്പോൾ നമുക്ക് ഇതിന്മേൽ ഒരു ഡിസ്പ്ലേയും കാണിക്കും എത്ര % ബാക്ക് ഉണ്ടെന്ന്. അപ്പോൾ അതിലൊരു ഗ്രീൻ ഡിസ്പ്ലേയും വരും, ഒരു അമ്പളം വരും. ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരും. അപ്പോൾ ഇത് ഞാൻ ഇതിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സംഭവം ഒന്നും കാണിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സാംസങ് ഡിവൈസിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ്. അപ്പോൾ ഇതിൽ ഞാൻ കുത്തി കഴിഞ്ഞാൽ നമുക്കിതാ ചാർജിങ് വന്നു. താഴെ നിങ്ങൾക്ക് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നതാണ്. ഇനി ഞാൻ നമ്മുടെ എയർപോഡ് കാണിച്ചു തരാം. എയർപോഡിനാകുമ്പോൾ നമുക്കിതിൽ ഇൻബിൽഡായിട്ട് തന്നെ ലൈറ്റ്നിങ് കേബിളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഡീൽ പ്രൈസിൽ വാങ്ങിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഡീൽ പ്രൈസ് ആക്ച്വലി ഒരു 1 വീക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് 3000 സംതിങ് വരുന്നുണ്ട്. 3,999 സംതിങ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി സാധനം നിങ്ങൾ പവർ ബാങ്ക് ആയാലും അഡാപ്റ്റർ ആയാലും നിങ്ങളുടെ ഫോണിന് ഉപയോഗിക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ അടിച്ചു കൂട്ടാം. നമ്മുടെ ബോർഡൊക്കെ അടിച്ചു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ലൈറ്റ്നിങ് കേബിൾ സപ്പോർട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് ഞാൻ ഊരിയിട്ടുണ്ട്. ഇത് നമുക്ക് ലൈറ്റ്നിങ് പോർട്ടാണ്. അപ്പോൾ ഇതെൻ്റെ എയർപോഡ് 2 ആണ്. എയർപോഡ് 2 വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ഇതിൽ ലൈറ്റിംഗ് കേബിളാണ്. അപ്പോൾ ഞാൻ ഇത് കുത്തി കണ്ടു. നിങ്ങൾക്ക് അവിടെ ലൈറ്റ് കത്തുന്നത് കാണുന്നുണ്ടായിരിക്കും. ഇത് ഫുൾ വൈറ്റ് ആയതുകൊണ്ട് ഇതിലിപ്പോൾ ചാർജ് ഇല്ല. നിങ്ങൾക്ക് ചെറിയൊരു ലൈറ്റ് കത്തുന്നത് കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ചാർജ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ചാർജ് ആവട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് വരുന്നത്. അപ്പോൾ
ഹൈലി റെക്കമെൻഡഡ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ഐഫോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഹൈ എൻഡ് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പിക്സൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു മോഡലാണ്. പ്രത്യേകിച്ച് പിന്നെ ട്രാവലിംഗ് യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. 10,000 mAh തോന്നില്ല, എയർപോർട്ടിലൊന്നും ഒരു ഇഷ്യൂ വരില്ല കേട്ടോ, മറക്കരുത്. അപ്പോൾ ഞാൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടെമ്പറേച്ചർ കുറയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.